Okay, നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 2 ആണ്. സെക്കൻഡ് മോഡ്യൂള് കുറച്ച് എളുപ്പമാണ്. എന്ന് വെച്ചാൽ ചില ജനറൽ കോൺസെപ്റ്റ്സ് ആണ് പഠിക്കാനുള്ളത്. പ്രോബ്ലമാറ്റിക് മോഡ്യൂൾ അല്ല. 2ഉം 3ഉം പ്രോബ്ലമാറ്റിക് അല്ല. 4, 5, 6 കുറച്ച് പ്രോബ്ലമാറ്റിക് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം സെക്കൻഡ് മോഡ്യൂളിലേക്ക് പോവാം. സെക്കൻഡ് മോഡ്യൂളിൽ ഫസ്റ്റ് നിങ്ങൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ പ്രോബബ്ലി അപ്രോക്സിമേറ്റ്ലി കറക്റ്റ് ലേണിംഗ്, അതായത് പാക്ക് ലേണിംഗ് എന്ന് പറയും. നമ്മൾ പാക്ക് ലേണബിലിറ്റി എന്ന് പറയും. അപ്പൊ അതിനെ കുറിച്ചാണ് നിങ്ങൾ ഫസ്റ്റ് പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നോയ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം കുറച്ച് ഇന്ററപ്റ്റഡ് സൗണ്ട്സ് വരുമ്പോഴാണ് നമ്മൾ നോയ്സ് എന്ന് പറയുന്നത്, അല്ലെ? നമുക്ക് ഇഷ്ടമല്ലാത്ത കുറച്ച് സൗണ്ട്സ് നമ്മൾ റിതമിക് അല്ലാത്ത രീതിയിൽ വരുമ്പോഴാണ് ഇറ്റ് ഇസ് കോൾഡ് ആസ് എ നോയ്സ്. അപ്പൊ സെയിം തിങ് വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ മെഷീൻ ലേണിംഗ് ഓൾസോ. ആൻഡ് ദ തേർഡ് കോൺസെപ്റ്റ് ഇസ് ലേണിംഗ് മൾട്ടിപ്പിൾ ക്ലാസ്സസ്. ലേണിംഗ് മൾട്ടിപ്പിൾ ക്ലാസ്സസ് അതിന്റെ അകത്ത് മെയിൻലി നിങ്ങൾ പഠിക്കുന്നത് ജനറൽ ക്ലാസ്സസിനെ കുറിച്ചാണ്. അത് ഇപ്പൊ ഞാൻ ബ്രീഫ്ലി പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വീഡിയോ പറയുന്നതിൽ കാര്യമില്ലാതെ ഇപ്പോ. പിന്നെ ഫോർത്ത് വൺ എന്ന് പറഞ്ഞ മോഡൽ സെലക്ഷൻ ആൻഡ് ജനറലൈസേഷൻ. അത് ജനറൽ കുറച്ച് ഓവർ ഫിറ്റിംഗ്, അണ്ടർ ഫിറ്റിംഗ് അങ്ങനെയുള്ള ചില ജനറൽ കോൺസെപ്റ്റ്സ് ഉണ്ട്. ആ ജനറൽ കോൺസെപ്റ്റ്സ് ആണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ. അതിന്റെ ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ എന്ന് പറയുമ്പോൾ 2 ഡിഫറെന്റ് അൽഗോരിതംസ് പഠിക്കാനുണ്ട്. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് വൺ ഇസ് സബ്സെറ്റ് സെലക്ഷൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് പ്രിൻസിപ്പൽ കമ്പോണന്റ് അനാലിസിസ്. Subset selection is not so much prioritized in your syllabus. That is just to mention what is subset selection and also about the algorithm. That is, you should understand the concept of subset selection. And the second part is the principal component analysis algorithm. This is a very most important part. That is in the second module. Second module ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരെണ്ണം എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ കമ്പോണന്റ് അനാലിസിസ് ആണ്. അതിനെക്കുറിച്ച് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് എക്സാംസിന്, പക്ഷെ ഭയങ്കര കമ്പാരിറ്റീവ്ലി ഈസിയർ ആണ്, ടഫർ അല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രോബബ്ലി അപ്രോക്സിമേറ്റ്ലി കറക്റ്റ് ലേണിംഗ്. അതിനെയാണ് നമ്മൾ പാക്ക് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ ചില ക്വസ്റ്റ്യൻസിൽ കാണുന്നത് വെച്ചാൽ പാക്ക് ലേണബിലിറ്റി. വാട്ട് ഡു യു മീൻ ബൈ പാക്ക് ലേണബിലിറ്റി? എന്തുവാണ് പാക്ക് ലേണബിലിറ്റി? എന്താണ് പാക്ക് ലേണിംഗ്? ഇങ്ങനെയൊക്കെയാണ് ജനറലി ക്വസ്റ്റ്യൻസ് വരുന്നത്. അല്ലെങ്കിൽ there will be a set of examples given to you and after that you should explain the pack learnability with the help of an example. ഇതായിരിക്കും general type of a question. Probably approximately correct learning, and this is the toughest part in this module. That is, the most toughest one is the pack learnability. ഇത് മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്ന് വെച്ചാൽ ഓരോ കോൺസെപ്റ്റും ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലോ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ജനറലി വാട്ട് ഡു യു മീൻ ബൈ, ഇപ്പൊ കുറെ പറഞ്ഞു പാക്ക് പ്രോബബ്ലി അപ്രോക്സിമേറ്റ്ലി കറക്റ്റ് എന്തുവാണ് എന്ന് പറഞ്ഞില്ല. അപ്പൊ ഇത് നമുക്ക് ഇതിന്റെ ആസ് ഇറ്റ് ദ നെയിം സജസ്റ്റ് ഇറ്റ്സെൽഫ് പ്രോബബ്ലി അപ്രോക്സിമേറ്റ്ലി കറക്റ്റ് ലേണിംഗ്. പ്രോബബ്ലി എന്ന് വെച്ചാൽ തന്നെ ആകാതിരിക്കാം എന്നുള്ളതാണ് പ്രോബബ്ലി. അപ്രോക്സിമേറ്റ്ലി ഏകദേശം എന്നുള്ള മീനിങ് ആണ് അപ്രോക്സിമേറ്റ്ലി. കറക്റ്റ് ലേണിംഗ് പക്കയായ ലേണിംഗ്. കറക്റ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്, അതായത് ഇത് ഈ ഉത്തരം ശരിയാണ് എന്ന് പറയുന്ന ലേണിംഗ് ആണ്. ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും പ്രോബബ്ലി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പ്രഡിക്ഷൻ ആണ്. ആ പ്രോബബ്ലി approximately we are approximating the prediction and then we are suggesting the result. അതുകൊണ്ടാണ് അതിനെ പ്രോബബ്ലി അപ്രോക്സിമേറ്റ്ലി കറക്റ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. അതാണ് പാക്ക് ലേണിംഗ് എന്ന് പറയുന്നത്. ജനറലി ഈ പാക്ക് ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ഫ്രെയിം വർക്കാണ്. അതായത് നമ്മുടെ മെഷീൻ ലേണിംഗിലുള്ള നമ്മളിനി കുറെ അൽഗോറിതംസ് പഠിക്കും. മെഷീൻ ലേണിംഗിൽ നിങ്ങൾ സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് പഠിച്ചപ്പോൾ തന്നെ അതിന്റെ അകത്ത് നിങ്ങൾ ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചെറിയ അൽഗോറിതംസും മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഫസ്റ്റ് സിയിലൊക്കെ അൽഗോറിതം പഠിക്കാനുണ്ട്, അതുപോലെ പ്രൊപ്പഗേഷന്റെ ഒക്കെ അൽഗോറിതങ്ങൾ പഠിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ അതുപോലെ ഒരു കുഞ്ഞു അൽഗോറിതം മെഷീൻ ലേണിംഗിലും പഠിക്കാനുണ്ട്. പക്ഷെ നിങ്ങൾ ആക്ച്വലി ഈ മെഷീൻ ലേണിംഗ് സബ്ജക്റ്റിനകത്ത് കൂടുതൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് നിങ്ങളുടെ പ്രോബ്ലമാറ്റിക്കിലാണ് കൂടുതൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. അൽഗോറിതമിക്കിൽ നിങ്ങൾ ഒരുപാട് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നില്ല. ജസ്റ്റ് എന്താണ് അൽഗോറിതം എന്ന് പഠിച്ചിരിക്കുക മാത്രമേ നിങ്ങൾ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്തെന്ന് പറയുന്നത് നമ്മൾ ഈ മെഷീൻ ലേണിംഗ് അൽഗോറിതംസ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്കലി ആണ് ബൗണ്ട് ചെയ്തേക്കുന്നത്. അതായത് നമ്മുടെ പ്രോബബിലിറ്റിയും
നമ്മുടെ കറക്ഷനും ഒക്കെ ചേർത്താണ് നമ്മുടെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ബിൽഡപ്പ് ചെയ്തേക്കുന്നത്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കലി ഒരു അനാലിസിസ്, മാത്തമാറ്റിക്കലി തന്നെയാണ് ആ അൽഗോരിതം ബിൽഡപ്പ് ചെയ്തേക്കുന്നത്. അപ്പൊ ഈ പാക്ക് ലേണിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് എ ഫ്രെയിം വർക്ക് ദാറ്റ് ഈസ് ഗിവൺ ടു ദ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഇൻ ദ പാർട്ട് ഓഫ് മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്കലി നമ്മൾ മെഷീൻ ലേണിംഗ് അൽഗോരിതംസിന് ഒരു ഫ്രെയിം വർക്ക് ജനറേറ്റ് ചെയ്യുന്നു. അതാണ് പാക്ക് ലേണിംഗ് ചെയ്യുന്നത്. ഇനി ഇത് പ്രപ്പോസ് ചെയ്തതെന്ന് വെച്ചാൽ ലെസ്ലി വാലിയന്റ് ആണ് പ്രപ്പോസ് ചെയ്തത്. അതൊന്നും ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടന്റ്, ഇറ്റ്സ് ജസ്റ്റ് എൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് വാട്ട് പാക്ക് ലേണിംഗ്. 1984 അദ്ദേഹം ഈ കോൺസെപ്റ്റ് തന്നെ കണ്ടുപിടിക്കുന്നത്. എന്തുവാണ് പാക്ക് ലേണിംഗ് എന്നുള്ള കോൺസെപ്റ്റ് കണ്ടുപിടിക്കുന്നത്. ഇനി ഈ ഫ്രെയിംവർക്ക്, ദിസ് ഫ്രെയിംവർക്ക് മെയിൻലി ഡിഫൈൻസ് that is a learner. There will be a learner. Who is a learner? Who is studying is called as a learner. And he will receive certain samples. That is certain samples എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ പഠിക്കാനിരിക്കുകയാണ്. അപ്പൊ നമ്മൾ റിസീവ് ചെയ്യുന്ന certain sample എന്ന് പറയുമ്പോൾ നമുക്ക് റിസീവ് ചെയ്യുന്ന കുറെ ബുക്സുകൾ കാണും. Okay, and the must select a hypothesis from a certain class of hypothesis. അതായത് ഇപ്പൊ ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ അത് ഫ്രെയിം വർക്ക് ഡിഫൈൻസ് ആസ് എ ലേണർ റിസീവ്സ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. ജനറൽ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മളാണ് ഒരു ലേണർ. അപ്പൊ നമ്മൾ പഠിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നമ്മൾ എന്താണ് നമുക്ക് പഠിക്കാനുള്ള എല്ലാ ആവശ്യമായിട്ടുള്ള എല്ലാ സ്റ്റഫും, അതായത് നമുക്കിപ്പോ ടെക്സ്റ്റ് ബുക്സ് വേണമെങ്കിൽ, അത് നമുക്കിപ്പോ നോട്ട്സ് ബുക്സ് വേണമെങ്കിൽ, അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ പഠിക്കും. പഠിക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു വെച്ചേക്കാം. എന്നിട്ട് നമ്മൾ എന്താ സെലക്ട് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ കുറെ സ്റ്റഫുകളുണ്ട്. അതായത് ടെക്സ്റ്റ് ഉണ്ട്, നോട്ട് ഉണ്ട്, പ്രിന്റഡ് നോട്ട്സ് ഉണ്ട്, ആൻഡ് പ്രസന്റേഷൻ വാട്ട് ദ ടീച്ചർ ഇസ് ഗിവിംഗ്, എവറിത്തിങ് യു ഹാവ് ഇറ്റ് ഇൻ യുവർ ഹാൻഡ്. ആൻഡ് then from that you are selecting one type of thing, that is anything that is what is എന്ത് പറയാ, നമുക്കിപ്പോ ഇഷ്ടമായിട്ടുള്ള, അതായത് നമുക്കിപ്പോ പഠിക്കാൻ എളുപ്പമാണ് എന്ന് നമുക്ക് തോന്നുന്ന ഒരെണ്ണമായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇപ്പൊ സപ്പോസ് ഇപ്പൊ എന്റെ അടുത്ത് പറയാണ് ടെക്സ്റ്റ് ഉണ്ട്, പ്രസന്റേഷൻ ഉണ്ട്, കുറെ വീഡിയോസ് ഉണ്ട്, ടീച്ചറിന്റെ പ്രസന്റേഷൻ ഉണ്ട്, ടീച്ചറിന്റെ ലെക്ചർ നോട്ട്സ് ഉണ്ട്, ഇതൊക്കെ എടുക്കാൻ പറഞ്ഞാൽ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് ടെക്സ്റ്റ് ബുക്കിനെ ആയിരിക്കും. കാരണം വെച്ചാൽ ടെക്സ്റ്റ് ബുക്കിന്റെ അത് കുറച്ച് ബ്രീഫ് ആയിട്ടുണ്ടായിരിക്കും, നമുക്കത് മനസ്സിലും. ഇപ്പൊ നമുക്ക് അതിന്റെ എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ വീഡിയോസിന് സ്റ്റിക്ക് ഓൺ ചെയ്താൽ മതി. പക്ഷെ എല്ലാവരും ഒരേപോലെയല്ല പഠിക്കുന്നത്, അല്ലെ? ചിലവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ വീഡിയോസ് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നവരുണ്ടായിരിക്കും. അപ്പൊ ഇവിടെ ഹൈപ്പോത്തിസിസ് ക്ലാസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ certain set of materials that you have, that is you have received so much samples, and among that you are selecting one term. അതായത് നിങ്ങൾ അതിൽ നിന്ന് ഒരെണ്ണം, അതായത് നിങ്ങളുടെ ക്രൈറ്റീരിയക്ക് അനുസരിച്ചാണ് ഒരു സെറ്റ് ഓഫ് സംഭവങ്ങൾ എടുത്തു വച്ചിരിക്കുന്നത്, അതിൽ നിന്നാണ് നിങ്ങൾ ഒരാളെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ദ ലേണർ റിസീവ് സാമ്പിൾസ്. അതായത് ലേണർ റിസീവ്ഡ് സാമ്പിൾ എന്ന് പറയുമ്പോൾ ലേണർ നമ്മളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇഷ്ടംപോലെ കുറെ മെറ്റീരിയൽ കിട്ടി, അതിൽ നിന്ന് എനിക്ക് പഠിക്കാൻ പറ്റും എന്നുള്ള മെറ്റീരിയൽസ് ആണ് പ്രസന്റേഷൻസ്, വീഡിയോസ് ആൻഡ് ഡിഫറെന്റ് ലെക്ചർ നോട്ട്സ്, ദാറ്റ് ഈസ് ടെക്സ്റ്റ് ബുക്സ് എക്സെട്ര. ഞാൻ ഒരു 5-6 എണ്ണം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ആൻഡ് മസ്റ്റ് സെലക്ട് എ ഹൈപ്പോത്തിസിസ് ഫ്രം എ സർട്ടൻ ക്ലാസ് ഓഫ് ഹൈപ്പോത്തിസിസ്. Certain class of hypothesis, certain types of books that we want to, അല്ലെങ്കിൽ we are going to take to study. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഹൈപ്പോത്തിസിസ്, certain class of hypothesis എന്ന് പറഞ്ഞത്. And among that we are specifying, അല്ലെങ്കിൽ we are choosing one type of textbooks or one type of lecture notes, that is which will help us to to grow. അങ്ങനെയുള്ള ഒരു കേസിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അവിടെയാണ് ഹൈപ്പോത്തിസിന്റെ സെലക്ഷൻ വരുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ജനറൽ കോൺസെപ്റ്റ് ആണ്, പ്രത്യേകിച്ച് വലിയ ഡെപ്തിലൊന്നുമില്ല, ജസ്റ്റ് ഇത് എന്തുവാണ് പറയുന്നതെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇതിന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് ദ മേജർ ഗോൾ ഓഫ് ദിസ് പാക്ക് ലേണിംഗ് ഇസ് ദാറ്റ് ഇതിന്റെ അകത്ത് ഇപ്പൊ നമ്മൾ ഹൈ പ്രോബബിലിറ്റി ഉള്ള ഹൈപ്പോസിസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജനറലൈസേഷൻ എറർ കുറവായിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ ഗോൾ പറയുന്നത്. അതായത് ഹൈ പ്രോബബിലിറ്റി ഉള്ള ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ ജനറലൈസേഷൻ എറർ കുറവായിരിക്കും. ഇപ്പൊ ഹൈ പ്രോബബിലിറ്റി ഉള്ള ഒരാളെ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ എല്ലാവരും ചൂസ് ചെയ്യുന്ന ഒരാളെ സെലക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ജനറലൈസേഷൻ എറർ കുറവായിരിക്കും. ഇപ്പൊ ജനറലൈസേഷൻ എറർ എന്താണെന്ന് നിങ്ങൾ പിന്നെ പഠിക്കും. ജസ്റ്റ് തിങ്ക് ചെയ്യുക, നമ്മൾ എല്ലാവരും ചൂസ് ചെയ്യുന്ന ഒരെണ്ണത്തെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ എറർ നമുക്ക് കുറഞ്ഞു കിട്ടും. Okay, but next we are moving on to the main topic, that is a pack learnability. And here first of all we need to specify some of the notation. That is, first notation is the instant space. ഇൻസ്റ്റന്റ് സ്പേസ് എന്ന് പറയുന്ന പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇവിടെ ഞാൻ പറയാണ്, ഞാനൊരു സെറ്റ് ഓഫ് കുറെ പോയിന്റ്സ് ഒരു പ്ലെയിനിലുണ്ടെന്ന് കാണിച്ചു. പ്ലെയിൻ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സർഫസ്, ഇങ്ങനെ ഇരിക്കും ഒരു സർഫസ്. ഓക്കെ, ഇവിടെ കുറെ പോയിന്റ്സുകൾ ഉണ്ടെന്ന് നിങ്ങളങ്ങ് വിചാരിക്കാം.
ഓക്കെ, അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ദാറ്റ് പോയിന്റ്സ് മേ ബി ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ് ആൻഡ് ദാറ്റ് സെറ്റ് ഓഫ് പോയിന്റ്സ് ഇസ് കോൾഡ് ആസ് എന്താണ് ഇൻസ്റ്റൻസ് സ്പേസ്. ആ എക്സ് എന്ന് പറയുന്നത് കുറെ പോയിന്റ്സ് ആണ്, അതായത് ഈ പ്ലെയിനിൽ ഇരിക്കുന്ന കുറെ കുഞ്ഞു ഇപ്പൊ ജസ്റ്റ് തിങ്ക് ചെയ്ത് ഇപ്പൊ എന്റെ കൈയാണ്, ഇതിന്റെ അകത്ത് കുറെ വരകളുണ്ട് അല്ലെ, ഇതെല്ലാം ഓരോരോ പോയിന്റ്സ് എന്ന് ചിന്തിക്കാം. അങ്ങനെയാണെങ്കിൽ this x, that is these points are known as x and that is called as an instance space. Okay, and the next one is the concept class C. Okay, the next one is the concept class C. Okay, concept class C. കോൺസെപ്റ്റ് ക്ലാസ് സി എന്ന് പറഞ്ഞ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ പറയുകയാണ്, സി എന്ന് പറയുന്നൊരു മെമ്പർ, അതായത് ഒരു മെമ്പറാണ്. ഓക്കെ, ഒരു മെമ്പർ ആണെന്ന് പറയുകയാണ്. അതായത് മെമ്പർ എന്ന് പറയുമ്പോ എന്ന് വെച്ചാൽ ലെറ്റ് എക്സ് ബി ദ അതായത് ഒരു സെറ്റ് ഓഫ് ഫങ്ഷൻസ് അതിന്റെ അകത്ത് ഉണ്ടെന്ന് കരുതാം. അതായത് ഇപ്പൊ എന്താണ് എക്സിന്റെ അകത്ത് സീറോസ് ആൻഡ് വൺസ്, അതൊരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ സി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ആൻഡ് ആ കോൺസെപ്റ്റിന്റെ സബ്സെറ്റ് ആയിരിക്കും നമ്മൾ എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് ആണ്. ആ സി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ആണ്, അതിനകത്ത് ഒരു സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് ഉണ്ടായിരിക്കും, അതായിരിക്കും കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ആ സബ്സെറ്റിന് നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന വെച്ചാൽ 1 ആണെങ്കിൽ ആ ക്ലാസ്സിൽ എന്തായാലും ഉണ്ടായിരിക്കും, 0 ആണെങ്കിൽ ഇല്ല. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹൈപ്പോതെസിസ്. ഹൈപ്പോതെസിസ് I should not mention it here. You have already studied hypothesis in the first module and you have done so many problems, so I will not mention it here. As you all know, if you have any doubt, you can refer to the previous notes. Okay, then the next one is F. F എന്ന് പറയുന്നത് it is an arbitrary but fixed probability distribution over പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു ഫിക്സഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. അത്ര മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. ഒരു ഫിക്സഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ അറിയാലോ, അതായത് ഒരു റേഞ്ച് ഓഫ് ഫംഗ്ഷൻസ് ഉണ്ടായിരിക്കും, അതിനായിരിക്കും നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ അകത്ത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനിയാണ് വലിയ ഡെഫിനിഷൻ വരുന്നത്. അതായത് നമ്മൾ എന്താണ് പാക്ക് ലേണിംഗ്, എന്തുവാണ് ഈ പ്രോബബിളി അപ്രോക്സിമേറ്റ്ലി കറക്റ്റ് ലേണിംഗ് എന്ന് നിങ്ങൾ പഠിക്കുന്നത് ഇവിടെയാണ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഞാൻ കാര്യമായി വായിക്കുകയാണ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ലെറ്റ് എക്സ് ബി ആൻ ഇൻസ്റ്റൻസ് സ്പേസ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇറ്റ്സ് എ പ്ലെയിൻ ആൻഡ് ദർ ആർ സോ മെനി പോയിന്റ്സ് ആൻഡ് ദ പോയിന്റ്സ് ഇസ് കോൾഡ് ആസ് ആൻ ഇൻസ്റ്റൻസ് സ്പേസ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് അറിയാം. സോ എക്സ് ആർ സർട്ടൻ പോയിന്റ്സ് ആൻഡ് സി ഈസ് എ കോൺസെപ്റ്റ് ക്ലാസ്. ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഹാസ് സം ഫാമിലി ഫംഗ്ഷൻസ്, ഇറ്റ് ഹാസ് സം ഫംഗ്ഷൻസ്, അതായത് സീറോസ് ആൻഡ് വൺസ്, അങ്ങനെ ഡിഫറെന്റ് ഫംഗ്ഷൻസ് ആണ് C. Okay, that is a concept class. And for X, H a hypothesis in C. പ്രത്യേകിച്ചൊന്നുമില്ല. ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, ഒരു സെറ്റ് ഓഫ് റേഞ്ച് വാല്യൂസ് നമ്മൾ പ്രൊഡക്ട് ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അപ്പോ ഒരു ക്ലാസിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് ഹൈപ്പോത്തസിസിനെ പ്രൊഡക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് എഫ് ഇസ് എൻ ആർബിട്രറി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്, അതിനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പൊ ജനറലി ഇതുവരെ ഉള്ളത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. അതായത് നമ്മൾ എക്സ് പഠിച്ചു, സി പഠിച്ചു, എച്ച് പഠിച്ചു, എഫ് പഠിച്ചു, അതൊക്കെ എന്താണെന്ന് പറയാനുള്ള ഒരു ജസ്റ്റ് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ആണ് ഇത്രയും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് വരുന്നത്? ഇനിയാണ് നമ്മുടെ ആക്ച്വലി ഡെഫിനിഷൻ വരുന്നത്. ദ കോൺസെപ്റ്റ് ക്ലാസ് സി ഇസ് സെറ്റ് ടു ബി പാക്ക് ലേണബിൾ. The concept class contains some sort of family functions. That is, it can be a zeros or ones. നമ്മൾ കണ്ടതാണ്. So the concept class C is said to be pack learnable if there is an algorithm A which for samples drawn with any probability distribution F and any concept C is an element of C with high probability produce hypothesis H element of C whose error is small. ഒന്നും മനസ്സിലായി കാണത്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെ മനസ്സിലാക്കേണ്ടത് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ ദ കോൺസെപ്റ്റ് ക്ലാസ് സി സെറ്റ് ടു ബി പാക്ക് ലേണബിൾ. അതറിയാലോ, കോൺസെപ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് സർട്ടൻ സെറ്റ് ഓഫ് ഫംഗ്ഷൻ. സോ ദ ക്ലാസ് സെറ്റ് ടു ബി വെൻ ഇറ്റ് ഇസ് സെറ്റ് ടു ബി പാക്ക് ലേണബിൾ. എപ്പോഴായിരിക്കും നമ്മൾ പാക്ക് ലേണബിൾ എന്ന് പറയുന്നത്? സോ അപ്പൊ അത്രയും വരെ പറയേണ്ട ആവശ്യമില്ല. ഇനി ഇഫ് ദർ ഇസ് എൻ അൽഗോരിതം എ, അപ്പൊ അവിടെ ഒരു അൽഗോരിതം എ എക്സിസ്റ്റ് ചെയ്താൽ, എന്തിന് അൽഗോരിതം എ എക്സിസ്റ്റ് ചെയ്യണം? which for samples drawn with any probability distribution F. അപ്പോ ഇവിടെ പറഞ്ഞേക്കണേ എന്തോ കുറെ സാമ്പിൾസ് ഉണ്ട്.
അതിൽ നിന്ന് ഇപ്പൊ നമ്മൾ പറയത്തില്ല, നമ്മൾ എപ്പോഴാണ് ഈ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പറയുന്നത്? ഇപ്പൊ ഞാൻ ഒരു സെറ്റ് ഓഫ് വൈറ്റ് ബോൾസും ഒരു സെറ്റ് ഓഫ് ബ്ലാക്ക് ബോൾസും കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറയണേ സെറ്റ് ഓഫ് ബ്ലാക്ക് ബോൾസിൽ നിന്നും ഇപ്പൊ രണ്ടും കൂടെ ഞാൻ മിക്സ് ചെയ്തു. ഇപ്പൊ ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തു. അപ്പൊ എനിക്ക് ആദ്യത്തെ ഡ്രോയിൽ ഞാൻ ആദ്യം എടുക്കുവാണ്. ഇപ്പൊ ഞാൻ മിക്സ് ചെയ്ത് എടുക്കുമ്പോഴേക്കും ഞാൻ ആദ്യം എടുത്തത് ബ്ലാക്ക് ആണ്, അടുത്ത എടുത്തത് വൈറ്റ് ആണ്. അങ്ങനെ ഞാനിപ്പോ ഒരു 10 തവണ എടുത്തു കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പറയുന്നത് അല്ലെ. അതായത് നമ്മളെപ്പോഴാണ് റാൻഡംലി നമ്മൾ ചൂസ് ചെയ്യുമ്പോഴത്തേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂട്ട് പ്രോബബിലിറ്റി ആയിട്ട് പറയുന്നത്. അതായത് പ്രോബബിലിറ്റി ഓഫ് ചൂസിങ് ദ റെഡ് ബോൾ, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ചൂസിങ് ദ ബ്ലാക്ക് ബോൾ, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ചൂസിങ് ദ വൈറ്റ് ബോൾ. അപ്പൊ ഇങ്ങനെയുള്ള കേസിലാണ് നമ്മൾ പ്രോബബിലിറ്റി പറയുന്നത്. അപ്പൊ ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്. നമുക്കൊരു സെറ്റ് ഓഫ് സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഓക്കെ, ആ സെറ്റ് ഓഫ് സാമ്പിൾസിന് നമ്മൾ ഒരു അൽഗോരിതം അസംഷൻ ചെയ്യുകയാണ്. എന്താണ് അൽഗോരിതത്തിന്റെ പേര്? എ എന്ന അൽഗോരിതം ഞാൻ എക്സിസ്റ്റ് ചെയ്യിപ്പിച്ചാൽ ആ അൽഗോരിതം കൊടുക്കുന്നത് ഏതിലായിരിക്കും? ഒരു സെറ്റ് ഓഫ് സാമ്പിൾസിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? അതായത് സി എന്ന ക്ലാസ് കോൺസെപ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി അവിടെ പ്രത്യേകിച്ച് ഇനി എന്താണ് ആ കോൺസെപ്റ്റ് ക്ലാസ് ഡിഫൈൻ ചെയ്യുന്നതുകൊണ്ട് എന്താണ് ഗുണം? അതായത് ഇറ്റ് വിൽ ഹാവ് എ ഹൈ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ ഹൈപ്പോസിസ്. അതിനൊരു ഹൈ പ്രോബബിലിറ്റി ആണെങ്കിൽ അതൊരു ഹൈപ്പോസിസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അതിന്റെ എറർ സ്മോൾ ആയിരിക്കും. ആക്ച്വലി ഇതെന്ന് പറയുന്നത് വിത്ത് ഹൈ പ്രോബബിലിറ്റി പ്രൊഡ്യൂസ് ഹൈപ്പോസിസ് എറർ സ്മോൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഗോളാണ്. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. എന്താണ്? ദ കോൺസെപ്റ്റ് ക്ലാസ് സി ഇസ് സെറ്റ് ടു ബി പാക്ക് ലേണബിൾ. എപ്പോഴായിരിക്കും പാക്ക് ലേണബിൾ എന്ന് പറയുന്നത്? ഇപ്പൊ ഞാനൊരു അൽഗോരിതം, ഒരു സെറ്റ് ഓഫ് സാമ്പിൾ ഉണ്ട്. ആ സാമ്പിളിൽ ഞാനൊരു അൽഗോരിതം എ കൊടുക്കുകയാണ്. കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അവിടെ കിട്ടുക ആ സാമ്പിൾസ് ഞാൻ എടുക്കുമ്പോൾ ഉള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതെന്ന് പറഞ്ഞാൽ എന്തിനു ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ക്ലാസ് എന്ന കോൺസെപ്റ്റിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് പാക്ക് ലേണബിലിറ്റി. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഇതിനെ കുറച്ചും കൂടി ഡെപ്തിൽ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോ എക്സാമ്പിൾ ഇത് ഞാൻ ഓരോന്നോരോന്നേ പറയുവാണേ, ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടി ഓരോന്നോരോന്നേ പറയുവാണ്. അല്ലാതെ ഇങ്ങനെയല്ല ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ്. ഓക്കെ, അപ്പോ പറയാണ് ഫസ്റ്റ് ലെറ്റ് ദ ഇൻസ്റ്റൻസ് സ്പേസ്. അപ്പൊ നമ്മൾ ആദ്യം പറയാണ് എക്സ് എന്ന് പറയുന്ന ഇൻസ്റ്റൻസ് സ്പേസ് ആയിക്കോട്ടെ. എക്സ് എന്ന് പറയുന്നത് കുറെ പോയിന്റ്സ് ഉണ്ടെന്ന് കരുതാം. ഇനി ഓരോ പോയിന്റും എന്ന് പറയുന്നത് അതിന്റെ കോർഡിനേറ്റ്സ് വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഞാൻ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്, ഒരു സ്ക്വയർ ബോക്സ്. അപ്പൊ ഇവിടെ ഓരോന്നും ഓരോ കോർഡിനേറ്റ് ഉണ്ട്. അപ്പൊ ആ കോർഡിനേറ്റ് എന്ന് പറയുന്നതാണ്. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, അസ്യൂം ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്തും പോയിന്റുകളുണ്ട്. അപ്പൊ ആ പോയിന്റുകൾ എന്ന് പറയുന്നത് ആരാണ്? എക്സ് ആണ്. ഓക്കെ, അപ്പൊ ഓരോ പോയിന്റ്സും റെപ്രസെന്റ് ചെയ്യുന്ന ഓരോ കോർഡിനേറ്റ് ആണെന്ന് പറഞ്ഞു. ഇനി ഇതിന്റെ ഡയമെൻഷനാലിറ്റി ലെങ്ത് എന്ന് പറയുന്നത് 2 ആണ്. നമ്മൾ അസംഷൻ ചെയ്യുകയാണ്, കാരണം 2D പ്ലെയിൻ ആയതുകൊണ്ട്. ഓക്കെ, ഇനി ഇവിടെ പറയുന്നത് വെച്ചാൽ എല്ലാം ഇതെന്ന് പറയുന്നത് നമുക്കറിയാലോ ആക്സിസ് അലൈൻഡ് റെക്ടാംഗിൾ ആണ്. കാരണം എന്തുകൊണ്ടാണ്? എക്സിൽ നിന്നും ഒരുപടി മേളിലാണ്, വൈയിൽ നിന്നും ഒരുപടി മേളിലാണ്. അതുകൊണ്ടാണ് ആക്സിസ് അലൈൻഡ് റെക്ടാംഗിൾ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ അകത്ത് നമ്മളൊരു സെറ്റ് ഓഫ് ഇൻഇക്വാലിറ്റീസ് ഡിഫൈൻ ചെയ്യും. അതായത് ഇൻഇക്വാലിറ്റീസ് എന്ന് പറയുമ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതായത് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, അതായത് ഇതെന്ന് പറഞ്ഞ എ ഡിസ്റ്റൻസിലും ബി ഡിസ്റ്റൻസ്, അതായത് സ്റ്റാർട്ടിംഗ് എൻഡിങ് പോയിന്റ് എന്ന് പറയുന്നത് എ ആൻഡ് ബി ഡിസ്റ്റൻസിലാണ്. അതുപോലെ ഇവിടെയും സി ആൻഡ് ഡി ഡിസ്റ്റൻസിലാണ്. അപ്പൊ ഇത് വെച്ച് ഞാനൊരു ഇൻഇക്വാലിറ്റി ജനറേറ്റ് ചെയ്യുന്നത് എക്സ് എന്ന് പറഞ്ഞ ബിറ്റ്വീൻ എ ആൻഡ് ബി ആണ്, വൈ എന്ന് പറഞ്ഞ ബിറ്റ്വീൻ സി ആൻഡ് ഡി ആണ്. അതാണ് ഇവിടെ ഞാൻ ജനറേറ്റ് ചെയ്യുന്ന ഇൻഇക്വാലിറ്റി. ഓക്കെ, ഇനി ഇതൊന്നും അല്ല സത്യത്തിൽ പാക്ക് ലേണബിൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം ഈ ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇതിന്റെ അകത്ത് നമ്മൾ പോസിറ്റീവ് സെറ്റും ഉണ്ട്, നെഗറ്റീവ് സെറ്റും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് പറയുന്നത് ഈ ബ്ലാക്ക് ഡോട്ട്സുകളെല്ലാം നെഗറ്റീവ് സെറ്റ് ആണ്. മറ്റേ ഹോളോ ഡോട്ട്സ്, അതായത് ഇവിടെ ബ്ലൂ കളർ ഇട്ട് ജനറേറ്റ് ചെയ്തേക്കുന്നത് അതെല്ലാം പോസിറ്റീവ് സെറ്റുകളാണ്. ഓക്കെ, ഇനി ആ പോസിറ്റീവ് സെറ്റിനെ ഞാനാണെങ്കിൽ ഇറുക്കി പിടിച്ച് ഒരു റെക്ടാംഗിൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഫിഗറിലോട്ട് പോവാം. ഫിഗർ എന്ന് പറയുന്നത് ജനറേറ്റ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടേബിൾസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്തുകൊണ്ട് ഞാൻ ഇതിനെ ഇറുക്കി പിടിച്ചു? അപ്പൊ ഇത് എങ്ങനെയാണ് പാക്ക് ലേണബിൾ ആവുന്നത്? ഇയാൾ എന്താണ് ഇതിന്റെ അകത്ത് പാക്ക് ലേണബിൾ എന്ന് പറയാൻ കാരണം? അപ്പൊ ഇവിടെ ഞാൻ പറയുകയാണ്, ഞാൻ ഇവിടെ കൊടുക്കുകയാണ് കൺസിഡർ ആൻ അൽഗോരിതം. ഇവിടെ ഒരു അൽഗോരിതം ഉണ്ട് എന്ന് കൺസിഡർ ചെയ്യുക. അതായത് നെഗറ്റീവിനെയും പോസിറ്റീവിനെയും സെപ്പറേറ്റ് ചെയ്യാൻ ഞാൻ ഒരു അൽഗോരിതം ഉണ്ടെന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, ആൻഡ് കൺസിഡർ ദ അൽഗോരിതം ഇസ് എൽ. ഓക്കെ, കൺസിഡർ ആൻ അൽഗോരിതം ഇസ് എൽ.
സോ അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ഹൗ വെൽ ദ ഹൈപ്പോത്തസിസ് ബി ഡിഫൈൻഡ്. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെ ഹൈപ്പോത്തസിസ് വരയ്ക്കും? അപ്പൊ ഇവിടെ നമ്മൾ എന്താണ്, അതുകൊണ്ടായിരുന്നു ഞാൻ എന്ത് ചെയ്തത്, ഒരു ടൈറ്റ് റെക്ടാംഗിൾ വരച്ചത്. ഈ റെക്ടാംഗിൾ ഉണ്ടെങ്കിലല്ലേ എനിക്ക് ഇതാണ് എന്റെ ഹൈപ്പോത്തസിസ്. അപ്പൊ എനിക്ക് പറയാലോ, ഈ റെക്ടാംഗിൾ അല്ലാതെ, ഈ റെക്ടാംഗിളിലെ കോർഡിനേറ്റ്സ് അല്ലാതെ ഏത് പോയിന്റ് വന്നാലും അതെന്താണ്, നെഗറ്റീവ് ലേബൽ ആണ്. ആ റെക്ടാംഗിളിന്റെ അവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം എന്താണ്, പോസിറ്റീവ് ലേബൽ ആണെന്ന് എനിക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇവിടെയാണ് നമ്മൾ പാക്ക് ലേണബിളിന്റെ കോൺസെപ്റ്റ് പറയുന്നത്. കണ്ടോ, ഇറ്റ് ക്യാൻ ബി ഷോൺ ദാറ്റ് ഇൻ ദ നൊട്ടേഷൻ ഇൻട്രൊഡ്യൂസ് കോൺസെപ്റ്റ് ക്ലാസ്. ഓക്കെ, അപ്പൊ സോ ദ കോൺസെപ്റ്റ് ക്ലാസ്, ഇതാണ് കോൺസെപ്റ്റ് ക്ലാസ്. ക്ലാസ് ഇസ് സെറ്റ് ടു ബി പാക്ക് ലേണബിൾ ബൈ ദ അൽഗോരിതം എൽ യൂസിംഗ് ദ ഹൈപ്പോത്തസിസ് h ഓഫ് ഓൾ ആക്സിസ് അല്ലെങ്കിൽ റെക്ടാംഗിൾ. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇവിടെ എന്താണ്, ഒരു ആക്സിസ് അല്ലെങ്കിൽ റെക്ടാംഗിൾ തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ എങ്ങനെയാണ് എന്റെ ഹൈപ്പോത്തസിസ് ഈ ക്ലാസ്സിൽ ജനറേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യും? ഞാനൊരു ടൈറ്റ് റെക്ടാംഗിൾ വരച്ചു. റെക്ടാംഗിൾ വരയ്ക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്കൊരു ഡിഫറൻസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് ഇവിടത്തെ പാക്ക് ലേണബിൾ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒരു നൊട്ടേഷൻ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു അൽഗോരിതം ഉണ്ട് എന്ന് കൺസിഡർ ചെയ്യുക. അതായത് ആ അൽഗോരിതം എന്താണ് അൽഗോരിതം? ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പ്ലസ് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പൊ പോസിറ്റീവ് എക്സാമ്പിൾസിനെ നെഗറ്റീവ് എക്സാമ്പിൾസിനെ എനിക്ക് ഡിവൈഡ് ചെയ്യുന്നതാണ് എന്റെ അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അവിടെ വെച്ചാണ് ഇനി ഞാൻ എങ്ങനെ അതിനൊരു ഹൈപ്പോത്തസിസ് വരയ്ക്കും? ഹൈപ്പോത്തസിസ് അതായത് ഇത് ഫുള്ള് ഒരു ക്ലാസിന്റെ സെറ്റാണ്. അപ്പൊ അതിന് ഞാൻ എങ്ങനെ ഹൈപ്പോത്തസിസ് വരയ്ക്കും? എനിക്ക് ഹൈപ്പോത്തസിസ് വരയ്ക്കാൻ പറ്റും. ഞാൻ ഇപ്പൊ പോസിറ്റീവിനെ മാത്രം എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ടൈറ്റ് റെക്ടാംഗിൾ വരച്ചപ്പോൾ, അതായത് ഒരു ആക്സിസ് അലൈൻഡ് റെക്ടാംഗിൾ വരച്ചപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി? എനിക്കതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റി. അത് തന്നെയാണ് പാക്ക് ലേണബിൾ കോൺസെപ്റ്റ് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്: let x is equal to r square and c be the set of all possible rectangles in a two-dimensional plane which are axis aligned. Show that the concept class is pack learnable. അപ്പൊ x is equal to r square എന്ന് പറയുമ്പോൾ തന്നെ കത്തിക്കോണം, two-dimensional plane ആണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച അതേ എക്സാമ്പിൾ തന്നെയാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഷോ ദാറ്റ് ദ കോൺസെപ്റ്റ് ക്ലാസ് ഇസ് പാക്ക് ലേണബിൾ എന്നാണ്. അപ്പൊ നിങ്ങൾ എഴുതണം. എങ്ങനെ എഴുതും? ഒരു സെറ്റ് ഓഫ് ക്ലാസ് ഉണ്ട്. ഓക്കെ, അത് നിങ്ങളൊരു കാര്യം ചെയ്യുക. ഇത് നിങ്ങളുടെ പാർട്ടായിട്ട് നിങ്ങൾ അങ്ങ് ചെയ്യുക. നിങ്ങൾ ചെയ്തിട്ട് ഇതിന്റെ ആൻസേഴ്സ് എനിക്ക് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴോ എപ്പോഴാന്ന് വെച്ചാൽ അപ്പോൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇതിനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ക്വസ്റ്റ്യൻ ആൻസർ എഴുതുക. ഇത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ അന്നേരം നമുക്ക് ഇതിന്റെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ. എന്തായിരിക്കും ആൻസർ വരിക എന്നൊരു ജസ്റ്റ് ഒരു ട്രൈ കൊടുക്കുക. ചിലപ്പോൾ ഫസ്റ്റ് ടൈമിൽ ഈ വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വരണമെന്നില്ല. അതുകൊണ്ട് യു ഷുഡ് നിങ്ങൾ 1-2 തവണ ഈ വീഡിയോ കാണുക. കുറച്ച് ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്, പക്ഷേ എളുപ്പമാണ്. പാക്ക് ലേണബിലിറ്റി പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് സുഖമാണ്. ഒരു കുറെ പോയിന്റ്സ് ജനറേറ്റ് ചെയ്യുക, അതിന്റെ ഹൈപ്പോത്തസിസ് വരയ്ക്കാൻ പറ്റുമോ നോക്കുക. ഹൈപ്പോത്തസിസ് വരയ്ക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ആക്സിസ് അല്ലെങ്കിൽ റെക്ടാംഗിളോ സർക്കിളോ എന്തെങ്കിലും വരയ്ക്കാൻ പറ്റുമോ നോക്കുക. അതിനനുസരിച്ച് നമുക്ക് പറയാൻ പറ്റും അത് പാക്ക് ലേണബിൾ ആണോ അല്ലയോ. ഇപ്പൊ നമുക്കത് വരയ്ക്കാൻ പറ്റിയാൽ അത് പാക്ക് ലേണബിൾ ആണ്. ഇൻ കേസ് അത് വരയ്ക്കാൻ പറ്റിയില്ല, നമുക്കത് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നൊരു കേസ് ആണെങ്കിൽ അത് പാക്ക് ലേണബിൾ അല്ല. Okay, keep it in mind. Okay, thank you.